പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരിയിൽ ഓണാഘോഷത്തിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. എല്ലാവരും സ്വന്തം ഭർത്താക്കന്മാരോട് ഒന്നിച്ച് നിന്നിട്ടാണ് ഓണാഘോഷം കൊണ്ടാടുന്നത്. ആ ഒരു സമയത്ത് അനാമികയുടെ കൂടെ മാത്രമാണ് ഭർത്താവില്ലാത്തത്. എന്നിട്ട് അത് നമ്മുടെ ജലജ ശ്രദ്ധിച്ചിട്ട് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് നിന്നാണ് ഓണം ആഘോഷിക്കുന്നത്. പക്ഷേ അനി മാത്രം മോളുടെ കൂടെയില്ല. എല്ലാത്തിനും കാരണം ആ നന്ദു എന്ന് പറയുന്നവളാണല്ലോ. ഇപ്പോൾ അവളെയും ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഏതു നേരവും മാറി നിന്ന് ഫോണിൽ സംസാരിക്കുകയാണല്ലോ അവന് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അനാമികയും പറയുന്നുണ്ട്, അതെ അവന് അതല്ലാതെ വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ലല്ലോ, എന്നെ മൈൻഡ് പോലും ചെയ്യത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ദേവയാനി കേൾക്കുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനെ കുറ്റം പറയുന്നത് അത്ര ദേവയാനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവരുടെ ആ സംസാരത്തിലൊന്നും ഇടപെടാനോ ഒന്നും പോകുന്നില്ല. നവ്യാണെങ്കിൽ പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്, പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ സ്നേഹിക്കണം, എന്നാലേ സ്നേഹം തിരിച്ചു കിട്ടൂ എന്നൊക്കെ നവ്യ അനാമികയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് എല്ലാവരും ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ മാറുകയാണ്. എന്നിട്ട് കിടക്കാൻ പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് പോയിട്ട് മരുന്നൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നയന പോകുന്ന സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും ആ ഒരു സംസാരിക്കുന്നത് കേൾക്കുന്നത്. മറ്റൊന്നല്ല, നാളെ തിരുവോണ ദിവസത്തിൽ എല്ലാവരോടുമായിട്ട് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അത് ഇപ്പോൾ ആരും അറിയാൻ പാടില്ല. എൻ്റെ അസുഖം മാറി എന്നുള്ള വിവരമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതാണല്ലോ എല്ലാവരും ഇവിടെ ഏതു നേരവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അസുഖമൊക്കെ മാറണം, അവർക്കൊരു കുഴപ്പവും ഉണ്ടാവരുത് എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഇവിടെ എന്നെ സ്നേഹിക്കുന്നവർക്കുള്ളൂ. അപ്പോൾ ആ എന്നെ സ്നേഹിക്കുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്ത തന്നെയായിരിക്കും ഞാനത് നാളെ പറയുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നാളെ എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള സമ്മാനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് മുത്തശ്ശിയും പറയുന്നത് നമ്മുടെ നയന കേൾക്കുന്നുണ്ട്. നയനയ്ക്ക് അങ്ങ് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് നയന ചിന്തിക്കുന്നുണ്ട്, ഇത്രയും കാലം നമ്മളോട് പറയാതെ കൊണ്ടു നടന്നത് തിരുവോണ ദിനത്തിൽ നമുക്ക് തരുന്ന ഒരു സമ്മാനം തന്നെ ആയിരിക്കുമല്ലോ ഇത്. കൊള്ളാലോ മുത്തശ്ശന്. ഏതായാലും ഞാനിത് അറിഞ്ഞത് ആരോടും പറയണ്ട. എന്തായാലും ആദർശേട്ടനോട് ഇക്കാര്യത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കണം. പക്ഷെ എന്താണ് സന്തോഷ വാർത്ത എന്നുള്ളത് ആദർശേട്ടൻ തന്നെ കണ്ടെത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നയന ആദർശിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിപ്പോൾ മുത്തശ്ശനെയും മുത്തശ്ശിയുടെയും അടുത്ത് പോയപ്പോൾ കേട്ടതാണ്, അവർക്ക് നാളെ നമ്മുടെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ആ സന്തോഷ വാർത്ത എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ആദർശേട്ടൻ അത് ഊഹിച്ച് പറയാൻ പറ്റുമോ? മുത്തശ്ശനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളല്ലേ, കൂടുതൽ ബുദ്ധിയുള്ള ആളല്ലേ, അതുകൊണ്ട് അതൊന്ന് എന്നോട് പറയാനൊക്കെ പറയുമ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്ത് സന്തോഷ വാർത്തയെ പറയാനുള്ളത്? ഇനി നീ എങ്ങാനും പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ പറയുമ്പോൾ ഏത് നേരവും സന്തോഷ വാർത്തയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണോ ഇതേ ആദർശേട്ടനെ ചോദിക്കാനുള്ളൂ. വേറൊന്നും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം ഇവിടെ നടക്കാനില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഏതായാലും ആ സന്തോഷ വാർത്ത അറിഞ്ഞു കഴിഞ്ഞു, ബുദ്ധിയുള്ള ആദർശേട്ടൻ കണ്ടുപിടിക്കുക എന്നിട്ട് പറയാനൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശൻ എത്ര ആലോചിച്ചിട്ടും അതെന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നീട് അവർ കിടന്നുറങ്ങുകയാണ്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എല്ലാവരും കുളിച്ച് പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. ആ സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നുണ്ട്, എല്ലാവരും വാ, ഞങ്ങൾക്ക് നിങ്ങളോട് സന്തോഷ വാർത്ത പറയാനുണ്ട്. ആർക്കെങ്കിലും അത് ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ എന്താണ് എനിക്ക് പറയാനുള്ള സന്തോഷ വാർത്ത എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട്, എന്താ സ്വത്ത് വീതിക്കാൻ പോവുകയാണോ എന്നുള്ള രീതിയിലൊക്കെയാണ് മറ്റു ചിലർ പറയുന്നത്. ആ സമയത്താണ് നമ്മുടെ നയന വെട്ടിത്തുറന്ന് ഈ കാര്യം പറയുന്നത്. എനിക്കറിയാം മുത്തശ്ശ സന്തോഷ വാർത്ത എന്താണെന്നുള്ളത്, കാരണം നമ്മളൊക്കെ ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യമാണ് മുത്തശ്ശന് പറയാനുള്ളത്. മുത്തശ്ശൻ്റെയും ഒക്കെ അസുഖം മാറി എന്നുള്ളതല്ലേ നമ്മോട് പറയാനുള്ളത്. അതാണല്ലോ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്ന സന്തോഷ വാർത്ത എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് മുത്തശ്ശൻ അങ്ങ് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ആരോടും പറയാത്ത കാര്യം എങ്ങനെ മനസ്സിലായി, ഇവളെങ്ങനെ ഇത് അറിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് മുത്തശ്ശനും പറയാൻ അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ചെറിയൊരു ദേഷ്യമൊക്കെ മുത്തശ്ശൻ്റെ മുഖത്തങ്ങട്ട് ആ ഒരു ദേഷ്യം പ്രകടമാവുകയാണ്.